തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമ വിവാദത്തിൽ അന്വേഷണം തുടങ്ങാൻ വിദഗ്ധ സമിതി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ വിശദമായി പരിശോധിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും വിദഗ്ധ സമിതിയിൽ ഉണ്ട്. അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തനെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അവർക്കെതിരെ ഒരു അന്വേഷണം നടത്തണമെന്നോ അവരെ ഹർട്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അവരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെല്ലാം അഡ്മിനിസ്ട്രേഷനിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. എന്നെപ്പോലെയുള്ള ഡോക്ടർമാരാണ് അവരും. അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ. വി.എസ്. അനുരാഗ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനുരാഗ്, സാധാരണഗതിയിൽ സംഭവിക്കുന്നതിന് വിപരീതമായ കാര്യങ്ങളാണ് എന്തായാലും ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു ഡോക്ടർ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് ഒരു മറവിനകത്ത് വെച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഇതാ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. എന്നാൽ നേരത്തെ കരുതപ്പെട്ടിരുന്നത് പോലെ ഡോക്ടർക്കെതിരെ നടപടിയില്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതൃകാപരമായ നടപടിയല്ലേ? തീർച്ചയായും മാതൃകാപരമായ നടപടി തന്നെയാണ്. പക്ഷേ ഇന്നലെ ആരോഗ്യമന്ത്രി ഒരു വിധത്തിൽ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി തന്നെ വിദഗ്ധ സമിതി, ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ തന്നെ രൂപീകരിച്ചിരുന്നു. 4 പേരടങ്ങുന്ന വിദഗ്ധ സമിതിയാണ്. ഈ സംഘത്തെ നിയോഗിച്ചതിൽ തൃപ്തനാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പ്രിൻസിപ്പൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും ഈ സമിതി താൻ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ഈ സമിതി അന്വേഷിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുന്നത്. അത് അന്വേഷിച്ചാൽ മാത്രം പോരാ, ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും വേണം. കാരണം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശാശ്വതമായ പരിഹാരം തന്നെ ഉണ്ടാവണമെന്ന കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം അദ്ദേഹം ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഭരണപരമായ കാര്യങ്ങളുടെ ബാലപാഠങ്ങൾ അറിയാത്തവരാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും. അങ്ങനെയുള്ളവരെയാണ് ഇങ്ങനെ പ്രിൻസിപ്പലും സൂപ്രണ്ടുമായി മെഡിക്കൽ കോളേജുകളിൽ നിയമിക്കുന്നത്. അത് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അതിൽ മാറ്റം വരണം. ആ ഭരണപരമായ കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കണം ഈ സ്ഥാനങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വിമർശനാത്മകമായി ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അത് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ശസ്ത്രക്രിയ മാറ്റിവെച്ചവർക്കുള്ള ഉപകരണങ്ങളാണ് ഇന്ന് വരുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്കായി കാത്ത് നിൽക്കുന്നുണ്ട്. പലരും ആശുപത്രിയിൽ തന്നെ തങ്ങുന്നുണ്ട്. പലരും പല ഇടങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഈ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നടക്കം പലരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ഉപകരണക്ഷാമം ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ സത്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അതിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മറ്റ് നടപടികൾ ഉണ്ടാവാതെ മാതൃകാപരമായ ഒരു നീക്കത്തിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സമിതി അന്വേഷിക്കും. അതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഹാരിസ് ചിറക്കൽ കൂടി ആവശ്യപ്പെടുന്നത്. വി.എസ്. അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന്.